ജിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ പാർട്ട് 17th വീഡിയോ ആണ്. ഇവിടെ നമ്മൾ കാൻസർ റിയാക്ഷൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നമ്മൾ മെക്കാനിസത്തിലൂടെ നമ്മൾ അത്രയും പോകുന്നില്ല. നമ്മൾ ഏതാണ് റിയാക്ടൻസ് ഏതാണ്, പ്രൊഡക്ട്സ് ഏതാണ്, അതുപോലെ റിയാക്ടൻ്റ് ഏതാണ്, പിന്നെ എങ്ങനെ ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നുള്ളൂ. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി എങ്ങനെ മനസ്സിലാക്കാം, അതാണ് ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിക്സിൽ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആൽഡിഹൈഡ്സിലാണ് കാണപ്പെടുന്നത്. എന്താണ് ആൽഡിഹൈഡ്സ്? ആൽഡിഹൈഡ്സിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? RC≡OH എന്നല്ലേ? ഇതാണ് നമ്മുടെ ആൽഡിഹൈഡിൻ്റെ ജനറൽ ഫോർമുല. ഈ ഒരു കോമ്പൗണ്ടിൽ മാത്രമേ എന്ത് റിയാക്ഷൻ നടക്കത്തുള്ളൂ? ക്യാൻസറോ റിയാക്ഷൻ നടക്കത്തുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്. സെക്കൻഡ് കണ്ടീഷൻ, ആൽഡിഹൈഡാണെങ്കിൽ പോലും അത് എല്ലാ ആൽഡിഹൈഡ്സിലും നടക്കണമെന്നില്ല. സെക്കൻഡ് കണ്ടീഷൻ കൂടെ നമ്മൾ ഇപ്പോൾ നോക്കണം. ആൽഫ ഹൈഡ്രജൻ കാണല്ലേ? എന്താണ് ആൽഫ ഹൈഡ്രജൻ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ആൽഡോൾ കണ്ടൻസേഷൻ്റെ വീഡിയോ തന്നെ നമ്മൾ കണ്ടായിരുന്നു. ആൽഫ ഹൈഡ്രജൻ എന്താണ്? ഇവിടുത്തെ മെയിൻ ഗ്രൂപ്പ് ഏതാണ്? CO, മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ആ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ റിയാക്ഷനിൽ ആൽഫ ഹൈഡ്രജൻ ഇങ്ങനൊരു ഹൈഡ്രജൻ കാണല്ലേ? അങ്ങനെയാണെങ്കിൽ ക്യാൻസർ റിയാക്ഷൻ നടക്കത്തില്ല. തേർഡ് പോയിന്റ്, ഇതിൻ്റെ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ്, യൂഷ്വലി റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന മെക്കാനിസം, റിയാക്ഷൻ മെക്കാനിസം നമ്മൾ പോകുന്നില്ല. എന്നാലും ഞാൻ പറയുവാണ്, റിയാക്ഷൻ മെക്കാനിസത്തിൽ കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ. അതിനകത്ത് സ്ലോ ആയിട്ട് ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ ആയിരിക്കും നമ്മൾ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പ് ഉപയോഗിച്ചിരിക്കും നമ്മൾ ടോട്ടൽ മെക്കാനിസത്തിൻ്റെ സ്പീഡ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് യൂഷ്വലി H+ എന്ന് പറഞ്ഞ അയൺസ്. H+ എന്ന് പറഞ്ഞാൽ എന്ത് കോമൺ അല്ലേ? കുറേ റിയാക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് H+. പക്ഷേ ഈ ഒരു ക്യാൻസർ റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ H- അയണാണ് റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇല്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തേർഡ്, റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത് NaOH ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ CH ഇവിടുത്തെ മെയിൻലി നടക്കുന്നത് എന്താണ് ഞാൻ പറയുന്നത്. CHO ഗ്രൂപ്പ് റീപ്ലേസ് ആയിട്ട് CONA ആൻഡ് OH. ഒരു COH ഗ്രൂപ്പ് റിമൂവ് ആയിട്ട് CONA വരും. പിന്നെ ഈ സെയിം ആൽഡിഹൈഡിൻ്റെ വേറൊരു മോളിക്യൂളിൻ്റെ CHO ഗ്രൂപ്പ് മാറിയിട്ട് OH വരും. ഇതാണ് മെയിൻലി നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ വിൽ ഗിവ് ക്യാൻസർ റിയാക്ഷൻ? ഇതിൽ ഏത് കോമ്പൗണ്ട് ആയിരിക്കും ക്യാൻസർ റിയാക്ഷൻ നമുക്ക് സക്സസ്ഫുള്ളി ചെയ്യുന്നത്? അപ്പോൾ പ്രൊസീഡ് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ ക്യാൻസർ റിയാക്ഷൻ നടക്കണമെങ്കിൽ 2 സ്റ്റെപ്പ് ഉണ്ട്, 2 കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആൽഡിഹൈഡ് ആണ്, സെക്കൻഡ് ആൽഡിഹൈഡിൽ എന്ത് കാണല്ലേ? ആൽഫ ഹൈഡ്രജൻ കാണല്ലേ? അപ്പോൾ ഇതിലൊക്കെ ഏതാണ് ആൽഡിഹൈഡ് എന്ന് നോക്കിക്കേ. ഇതിൽ ആൽഡിഹൈഡ് ആണോ? ആണ്. കാരണം എന്താണ്? CHO ഗ്രൂപ്പ് ഉണ്ട്. ഇത് ആൽഡിഹൈഡ് ആണ്. ഇതിൽ ആൽഡിഹൈഡ് ആണോ? അതെ, CHO ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ആൽഡിഹൈഡ് ആണ്. ഇതിൽ ആൽഡിഹൈഡ് ആണോ? ഇതിൽ ആൽഡിഹൈഡ് ആണ്. ഇതിൽ ആൽഡിഹൈഡ് ആണോ? ഇത് ആൽഡിഹൈഡ് ആണല്ലേ? ഇത് ആൽഡിഹൈഡ് ആണ്, CHO ഗ്രൂപ്പ് ഉണ്ട്. ഇത് ആൽഡിഹൈഡ് ആണ്, CHO ഗ്രൂപ്പ് ഉണ്ട്. എല്ലാത്തിലും CHO ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ നോക്കണം. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന കാർബൺ ഏതാണ്? ആൽഫ കാർബൺ ആണല്ലേ? ഈ ബെൻസീൻ ഇത് നമ്മൾ എത്രയോ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വരച്ച് കാണിക്കാം, അപ്പം കുറച്ചുകൂടെ മനസ്സിലാകും. ബെൻസീൻ റിംഗ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും സർക്കിൾ ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടെന്നല്ലേ? ഇങ്ങനെ ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ? ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർബണാണ് നമ്മുടെ ആൽഫ കാർബൺ. ഈ കാർബണിൻ്റെ 4 ബോണ്ട് എങ്ങനെയാണ്? ഒരു ബോണ്ട് ഇത്, രണ്ടാമത്തെ ബോണ്ട് ഇത്, മൂന്നാമത്തെ ബോണ്ട്. അതായത് കാർബണിൻ്റെ 4 ബോണ്ടിലും ഹൈഡ്രജൻ ഇല്ല, അതായത് ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ ക്യാൻസർ റിയാക്ഷൻ നടക്കും എന്നല്ലേ? അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിലെ ക്യാൻസർ റിയാക്ഷൻ സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാം. ഈ ഒരു കോമ്പൗണ്ട് നോക്കിയാൽ CO ഗ്രൂപ്പിൽ കാർബൺ അറ്റാച്ച്ഡ് ഇല്ല, അതായത് ആൽഫ കാർബൺ ഇല്ല. ആൽഫ കാർബൺ അല്ലെങ്കിൽ പിന്നെ ആൽഫ ഹൈഡ്രജനും ഇല്ല. അപ്പോൾ ഇവിടെയും ക്യാൻസർ റിയാക്ഷൻ സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാം. തേർഡ് എക്സാമ്പിൾ നോക്കിക്കേ, CH3CHO എന്നാണ്. അതായത് ആൽഫ കാർബൺ ഉണ്ട്, ആൽഫ കാർബണിൽ ഹൈഡ്രജനും ഉണ്ട്, ആൽഫ ഹൈഡ്രജനും ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ പ്രസൻറ്റ്. ആൽഫ ഹൈഡ്രജൻ പ്രസൻറ്റ് ആണെങ്കിൽ എന്താണ്? ക്യാൻസർ റിയാക്ഷൻ നടക്കത്തില്ല. ഇവിടെ നോക്കി, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അതായത് ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, നോ ആൽഫ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ക്യാൻസർ റിയാക്ഷൻ സക്സസ്ഫുള്ളി നമുക്ക് പെർഫോം ചെയ്യാം. അപ്പോൾ ഈ ഒരു 3 എക്സാമ്പിളിലേ ഉള്ളൂ ആൽഫ ഹൈഡ്രജൻ നടക്കുന്നത്. ബാക്കി ഈ 2 എക്സാമ്പിളിൽ ആൽഫ ഹൈഡ്രജൻ നമുക്ക് ക്യാൻസർ റിയാക്ഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ ഒക്കത്തില്ല.
ഇനി നമുക്ക് മെക്കാനിസത്തിലോട്ട് പോകാം. മെക്കാനിസം അല്ല, റിയാക്ഷനിലോട്ട് പോകാം. ആൽഡിഹൈഡ് ആണ് നോക്കുക. ആൽഡിഹൈഡ് ആണ്. എങ്ങനെ മനസ്സിലായി? CHO ഗ്രൂപ്പ് ഉണ്ട്. റിയേജൻ്റ് ആണ് ഏതാണ് സെക്കൻഡ് നോക്കുക, NaOH ആണ്. അപ്പോൾ ക്യാൻസർ റിയാക്ഷൻ നമുക്ക് മനസ്സിലായി. സെക്കൻഡിൽ നോക്കേണ്ട ഈ ആൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ആൽഫ ഹൈഡ്രജൻ ഇല്ല അല്ലേ? ഈ കാർബൺ ഹൈഡ്രജൻ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നോ ആൽഫ ഹൈഡ്രജൻ. നോ ആൽഫ ഹൈഡ്രജൻ ആണെങ്കിൽ പിന്നെ നമുക്ക് ക്യാൻസർ റിയാക്ഷൻ ആണ് നമുക്ക് ഉറപ്പായി. അതും അവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരുന്നെങ്കിൽ ഏത് റിയാക്ഷൻ ആയിരുന്നു തന്നെ? ആൽഡോൾ കണ്ടൻസേഷൻ ആയേനെ അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു. ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് 2 പ്രാവശ്യം ഇങ്ങോട്ടും എഴുതണം. 2 മോളിക്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ തന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഒരു മോളിക്യൂളേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സെയിം മോളിക്യൂൾ ഇങ്ങോട്ട് 2 പ്രാവശ്യം ഇങ്ങോട്ട് എഴുതുന്നു ഇതുപോലെ. എന്നിട്ട് നേരത്തെ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഒരു CHO ഗ്രൂപ്പ് CONA ആകും, വേറൊരു CHO ഗ്രൂപ്പ് OH ആകും. ഇവിടെ 2 CHO ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലേ? ഈ CHO ഗ്രൂപ്പ് മാറിയിട്ട് എന്താകും? CONA ആകും. ഈ CHO ഗ്രൂപ്പ് മാറിയിട്ട് എന്താകും? OH ആകും. അപ്പോൾ നമുക്ക് ഫൈനലിൽ കിട്ടാൻ പോകുന്ന 2 പ്രൊഡക്റ്റ് എന്താണ്? ഫൈനലിൽ കിട്ടാൻ പോകുന്ന 2 പ്രൊഡക്റ്റ് എന്താണ്? CH3 CH3 ഇവിടെ CONA, ഇവിടെ CH3 CH3 OH. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്. ബട്ട് ഇത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, സപ്പോസ് ഇവിടെ H3O+ തന്നിട്ടുണ്ട്. അതായത് അതല്ലെങ്കിൽ വല്ല ആസിഡോ എന്തെങ്കിലും H+ അയൺ റിലീസ് ചെയ്യാൻ കഴിവുള്ള എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, സെക്കൻഡ് സ്റ്റെപ്പിൽ അതിവിടെ റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് H+ അയൺ റിലീസ് ചെയ്യുന്ന കോമ്പൗണ്ട് എന്നല്ല ഞാൻ പറഞ്ഞാൽ, H+ അയൺ പോയി Na റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ കാർബോക്സിലിക് ആസിഡ് ആക്കും. നേരത്തെ എന്തായിരുന്നു? CONA, സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കൂടെ തന്നിട്ടുണ്ട്, എക്സ്ട്രാ തന്നിട്ടുണ്ടെങ്കിൽ അത് H+ ഈ Na റീപ്ലേസ് ചെയ്തിട്ട് പ്രോപ്പർ ഒരു കാർബോക്സിലിക് ആസിഡ് ആക്കും. ഇവിടെ എന്താണ്? ഇവിടെ ആൽക്കഹോളാണ്. ഇവിടെ എന്താണ്? കാർബോക്സിലിക് ആസിഡ് കിട്ടാം, അതല്ലെങ്കിൽ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. HC+OH പ്ലസ് ബെൻസീൻ റിംഗ് C+OH. ആൽഡിഹൈഡ് ആണ്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇതാണ് ആൽഫ കാർബൺ. അത് ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ആൽഫ കാർബണേ ഇല്ല, അതായത് ആൽഫ ഹൈഡ്രജനും ഇല്ല. NaOH റിയേജൻ്റ് ക്യാൻസർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പായി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു CHO മാറിയിട്ട് CONA എഴുതി, മറ്റ് CHO മാറിയിട്ട് OH എഴുതി. ഇവിടെയും നമുക്ക് CHO മാറ്റിയിട്ട് CONAയും OH ആണ് എഴുതേണ്ടത്. ബട്ട് ഇവിടെ 2 ഡിഫറെൻറ്റ് മോളിക്യൂളാണ്. അപ്പോൾ എവിടെ CONA ആഡ് ചെയ്യണം, എവിടെ OH ആഡ് ചെയ്യണം എന്ന് ഡൗട്ട് വരും. അപ്പോൾ അത് ലോ മോളിക്കുലർ വെയിറ്റ് ആണ്. ഏതാണെന്ന് നോക്കണം. ലോ മോളിക്കുലർ വെയിറ്റ്, അവിടെ നമ്മൾ CONA ആഡ് ചെയ്യും. ആ ഒരു CHO മാറ്റിയിട്ട് CONA ആഡ് ചെയ്യും. ഹൈ മോളിക്കുലർ വെയിറ്റ് എവിടെയാണ്, അവിടുത്തെ CHO മാറിയിട്ട് OH ആഡ് ചെയ്യും. ഇവിടുത്തെ ഇത് രണ്ടും നോക്കിയിട്ട് ഏതാണ് ലോ മോളിക്കുലർ വെയിറ്റ് എന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വലിയ ബെൻസീൻ റിംഗ് ഉണ്ടെങ്കിൽ ഓബിയസ്ലി കാര്യമാണ്. അത്രയും ഹൈഡ്രജനും അത്രയും കാർബണും ഉണ്ടെങ്കിൽ അവിടെ മോളിക്കുലർ വെയിറ്റ് കൂടുതലായിരിക്കും. അതായത് ഇവിടെയാണ് ലോ മോളിക്കുലർ വെയിറ്റ്, ഇവിടെയാണ് ഹൈ മോളിക്കുലർ വെയിറ്റ്. ഇവിടുത്തെ CHO മാറിയിട്ട് എന്താണ് വരാൻ പോകുന്നത്? അവിടെ CONA വരാൻ പോകുന്നത് അല്ലേ? ഇവിടുത്തെ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഈ CHO ഗ്രൂപ്പ് മാറും, എന്നിട്ട് അവിടെ എന്ത് വരും? COONA വരും. ഇവിടുത്തെ CHO മാറിയിട്ട് എന്ത് വരും? OH വരും. ഇങ്ങനെയാണ് നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടാൻ പോകുന്നത്. അപ്പം ക്യാൻസർ റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് ഇത്രയേ ഉള്ളൂ. അപ്പം റിയാക്റ്റൻ്റ് തന്നിട്ടില്ല, എങ്ങനെ ക്യാൻസറോ ആണോ ആൽഡോൾ ആണോ എങ്ങനെ അറിയാമെന്ന് മനസ്സിലായി നമുക്ക്. പിന്നെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ ഇത്ര അറിയുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീവ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നൊക്കെ ഏതൊരു റിയാക്ഷൻ ഈ കോൺസെപ്റ്റിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.